ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സംഘടിത മതമാണ് സിക്കുമതം. സേവനം, സമത്വം, ധീരത എന്നീ തത്വങ്ങൾക്ക് പേരുകേട്ട ഒരു മതം. എന്നാൽ 500 വർഷങ്ങൾക്ക് മുൻപ് ഈ മതം നിലവിലുണ്ടായിരുന്നില്ല. അത് ഒരാളിൽ നിന്നാണ് ആരംഭിച്ചത്. 15-ാം നൂറ്റാണ്ടൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആഴത്തിൽ വിഭജിക്കപ്പെട്ട ഒരു ലോകമായിരുന്നു അത്. ഇന്ത്യയിൽ കർക്കശമായ ജാതി വ്യവസ്ഥയാലും ഭരണാധികാരികളും പ്രജകളും തമ്മിലുള്ള, അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കടുത്ത മതപരമായ സംഘർഷങ്ങളാലും സമൂഹം ഭിന്നിച്ചിരുന്നു. വിഭജിക്കപ്പെട്ട ഈ ലോകത്തേക്കാണ് ഒരു യോഗിയും കവിയും വിപ്ലവചിന്തകനുമായ ഒരാൾ കടന്നുവന്നത്. മനുഷ്യരാശി പരസ്പരം പോരടിക്കുന്ന ഗോത്രങ്ങളായി വേർതിരിയേണ്ടവരല്ലെന്നും, മറിച്ച് ഒരൊറ്റ ദൈവിക സത്യത്തിനു കീഴിലുള്ള ഒരു കുടുംബമാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. സിക്കുമതത്തിന്റെ സ്ഥാപകനായ ഗുരു നാനക് ദേവ് ജിയുടെ അസാധാരണമായ ജീവിതവും കാലാതീതമായ ഉപദേശങ്ങളുമാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ഇന്നത്തെ പാകിസ്ഥാനിലെ പഞ്ചാബ് മേഖലയിലുള്ള തൽവണ്ടി എന്ന ഗ്രാമത്തിൽ 1469-ലാണ് ഗുരു നാനക് ജനിച്ചത്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഭരണകാലത്ത് ഒരു ഹിന്ദു കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ചെറുപ്പം മുതലേ നാനക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. അസ്വസ്ഥമാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന ചിന്താശീലനായ ഒരു കുട്ടിയായിരുന്നു അദ്ദേഹം. വേദഗ്രന്ഥങ്ങൾ കാണാപാഠം പഠിക്കുന്നതിലായിരുന്നില്ല അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ യുവത്വത്തെക്കുറിച്ച് ധാരാളം പ്രശസ്തമായ കഥകളുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഒരുപക്ഷേ അദ്ദേഹത്തിന് 11 വയസ്സുള്ളപ്പോൾ നടന്ന സംഭവമായിരിക്കും. ഹിന്ദു ആചാരപ്രകാരമുള്ള പൂണൂൽ ധരിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ അദ്ദേഹം വിസമ്മതിച്ചു. നാനക് പുരോഹിതനോട് ചോദിച്ചു, "ഈ നൂലെന്നെ ഒരു നല്ല മനുഷ്യനാക്കുമോ? എന്റെ അഹങ്കാരത്തെ നിയന്ത്രിക്കാൻ ഇത് സഹായിക്കുമോ? പൊട്ടിപ്പോകാനോ അഴുക്കുപിടിക്കാനോ സാധ്യതയുള്ള ഒരു നൂലുകൊണ്ട് എന്തു പ്രയോജനം? എനിക്ക് വേണ്ടത് ദൈവവുമായുള്ള ശാശ്വതമായ ഒരു ബന്ധമാണ്." ശൂന്യമായ പ്രകടനങ്ങളായി മാറിയെന്ന് തനിക്ക് തോന്നിയ ആചാരങ്ങളെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നിരാകരിച്ചു. ജാതിശ്രേണികളിലും മതപരമായ വേർതിരിവുകളിലും ഭ്രമിച്ച് മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ജനങ്ങളെയാണ് അദ്ദേഹം കണ്ടത്. അദ്ദേഹത്തിന് ലൗകിക കാര്യങ്ങളിൽ താൽപ്പര്യമില്ലാത്തതിൽ ഉത്കണ്ഠരാക്കുന്ന മാതാപിതാക്കൾ അദ്ദേഹത്തെ കുടുംബജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അദ്ദേഹം വിവാഹിതനായി, 2 മക്കളുണ്ടായി, കൂടാതെ ഒരു പ്രാദേശിക ഗവർണർക്ക് കീഴിൽ സ്റ്റോർ കീപ്പറായും അക്കൗണ്ടന്റായും ജോലി ചെയ്തു. എല്ലാവരുടെയും അഭിപ്രായത്തിൽ അദ്ദേഹം ആ ജോലികളിൽ വളരെ സമർത്ഥനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് കണക്കുകളിലായിരുന്നില്ല, ദൈവത്തിലായിരുന്നു. ഏകദേശം 30 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വഴിത്തിരിവുണ്ടായത്. ദിവസവും ജോലിക്കു പോകുന്നതിനു മുൻപ് നാനക് അടുത്തുള്ള കാലി ബെയിൻ നദിയിൽ കുളിക്കാനും ധ്യാനിക്കാനും പോകുമായിരുന്നു. ഒരു ദിവസം രാവിലെ അദ്ദേഹം വെള്ളത്തിലിറങ്ങി, പക്ഷേ തിരിച്ചുവന്നില്ല. ആളുകൾ എല്ലായിടത്തും തിരഞ്ഞു. അദ്ദേഹം മുങ്ങി മരിച്ചുവെന്ന് കുടുംബം ഭയപ്പെട്ടു. എന്നാൽ 3 ദിവസത്തിനു ശേഷം നാനക് നദിയിൽ നിന്ന് തിരികെ വന്നു. അദ്ദേഹം മാറിയിരുന്നു. അദ്ദേഹത്തിനു ചുറ്റും വ്യക്തമായ ഒരു പ്രകാശമുണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവൻ അദ്ദേഹം മൗനം പാലിച്ചു. ഒടുവിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ വാക്കുകൾ സിഖ് വിശ്വാസത്തിന്റെ അടിസ്ഥാനമായി മാറിയ ഒരു വിപ്ലവകരമായ പ്രഖ്യാപനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, "നാ കോയി ഹിന്ദു, നാ കോയി മുസൽമാൻ." അതായത്, ഹിന്ദുവില്ല, മുസൽമാനുമില്ല. ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. 15-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ ഇതൊരു സ്ഫോടനാത്മകമായ പ്രസ്താവനയായിരുന്നു. ഈ മതങ്ങൾ നിലവിലില്ലെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ദൈവത്തിന്റെ കണ്ണിൽ ഈ ലേബലുകൾ, നമ്മൾ സ്വയം ഒതുങ്ങിക്കൂടുന്ന ഈ കള്ളിളറകൾ അർത്ഥശൂന്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച ജ്ഞാനോദയം. എല്ലാ സൃഷ്ടിയിലും കുടികൊള്ളുന്ന ഒരേയൊരു പരമായ യാഥാർത്ഥ്യം, ഒരൊറ്റ സ്രഷ്ടാവ് മാത്രമേയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. സിഖ് മതത്തിൽ ഈ തത്വം ഇക്കൊങ്കാർ എന്നാണ് അറിയപ്പെടുന്നത്. സ്രഷ്ടാവ് എല്ലാത്തിലുമുണ്ടെങ്കിൽ എല്ലാം പവിത്രമാണ്. അതിനർത്ഥം ജനനം, ലിംഗഭേദം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആരും ഉയർന്നവരോ താഴ്ന്നവരോ അല്ല എന്നാണ്. നമ്മളെല്ലാവരും ഒരേ ദൈവീക അഗ്നിയുടെ തുല്യമായ കണികകളാണ്. ഈ വെളിപാട് തന്നിൽ മാത്രം ഒതുക്കി നിർത്താൻ നാനക്കിന് കഴിഞ്ഞില്ല. ഏകത്വത്തിന്റെ ഈ സന്ദേശം പ്രചരിപ്പിക്കാൻ താൻ വിളിക്കപ്പെട്ടതായി അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ജോലി ഉപേക്ഷിച്ചു, കുടുംബത്തോട് വിട പറഞ്ഞു. ഉദാസികൾ എന്നറിയപ്പെടുന്ന ദീർഘദൂര കാൽനടയാത്രകൾ ആരംഭിച്ചു. ഏകദേശം 20 വർഷത്തോളം തന്റെ വിശ്വസ്ത സുഹൃത്തായ മുസ്ലിം സംഗീതജ്ഞൻ മർദാനയോടൊപ്പം ഗുരു നാനക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിച്ചു. അദ്ദേഹം കിഴക്ക് ആസാമിലേക്കും വടക്ക് ഹിമാലയത്തിലേക്ക് ടിബറ്റിലെ യോഗികളുമായി സംവദിക്കാനും തെക്ക് ശ്രീലങ്കയിലേക്കും പടിഞ്ഞാറ് മെക്കയിലേക്കും ബാഗ്ദാദിലേക്കും വരെ യാത്ര ചെയ്തു.
പോയയിടങ്ങളിലെല്ലാം അദ്ദേഹം മതശാഠ്യത്തോടെ പ്രസംഗിച്ചില്ല. യുക്തി, നർമ്മം, കവിത, ബഹുവച്ചുവം മർദാന സംഗീതം നൽകിയത് ഉപയോഗിച്ച് അദ്ദേഹം ആളുകളുടെ ചിന്തകളെ വെല്ലുവിളിച്ചു. അദ്ദേഹത്തിന്റെ മാർഗം വ്യക്തമാക്കുന്ന ഒരു മനോഹരമായ കഥയുണ്ട്. ഗംഗാനദിയുടെ തീരത്തുള്ള പുണ്യനഗരമായ ഹരിദ്വാറിലായിരുന്നു അദ്ദേഹം. മരിച്ചുപോയ തങ്ങളുടെ പൂർവികരെ ആദരിക്കുന്നതിനായി തീർത്ഥാടികൾ വെള്ളം കോരി ഉദയസൂര്യനു നേരെ എറിയുന്നത് അദ്ദേഹം കണ്ടു. ഗുരുനാനക് നദിയിലിറങ്ങി സൂര്യനു വിപരീത ദിശയിലേക്ക് പടിഞ്ഞാറോട്ട് ശക്തിയായി വെള്ളമെറിയാൻ തുടങ്ങി. തീർത്ഥാടകർ നിർത്തി ചോദിച്ചു, "വിഡ്ഢി, നീ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ ആ ഭാഗത്താണല്ലോ." നാനക് മറുപടി പറഞ്ഞു, "ഞാൻ നൂറുകണക്കിന് മൈലുകൾ അകലെയുള്ള പഞ്ചാബിലെ എന്റെ കൃഷിയിടം നനയ്ക്കുകയാണ്. അവിടെ വെള്ളമില്ലാതെ ഉണങ്ങിയിരിക്കുകയാണ്." അവർ അദ്ദേഹത്തെ പരിഹസിച്ചു. "നിങ്ങളുടെ വെള്ളം എങ്ങനെ പഞ്ചാബിലെത്തും?" നാനക് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "നിങ്ങളുടെ വെള്ളത്തിന് മറ്റൊരു ലോകത്തിലുള്ള നിങ്ങളുടെ പൂർവികരിലെത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും എന്റെ വെള്ളത്തിനും ഈ ഭൂമിയിൽ തന്നെയുള്ള ഏതാനും 100 മൈലുകൾ അകലെയുള്ള എന്റെ കൃഷിയിടത്തിലും എത്താം." അദ്ദേഹം അവരുടെ വിശ്വാസത്തെ പരിഹസിക്കുകയായിരുന്നില്ല. ചിന്തയില്ലാത്ത ആചാരങ്ങളെക്കാൾ നല്ലത് ബോധപൂർവമായ പ്രവൃത്തിയാണ് എന്ന് അദ്ദേഹം അവരെ മാന്യമായി കാണിച്ചുകൊടുത്തു. നിങ്ങളുടെ മനസ്സിലതിലില്ലെങ്കിൽ ആ പ്രവൃത്തി ശൂന്യമാണ്. പതിറ്റാണ്ടുകൾ നീണ്ട യാത്രകൾക്കു ശേഷം 50കളിലെത്തിയ ഗുരുനാനക് തന്റെ ഉപദേശങ്ങൾ പ്രായോഗികമായി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് കാണിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹം ഒരു മലമുകളിലേക്ക് പിൻവാങ്ങിയില്ല. കർത്താർപൂർ എന്ന സ്ഥലത്ത് സ്ഥിരതാമസമാക്കി അദ്ദേഹം ഒരു കർഷകനായി മാറി. ഇത് വളരെ പ്രധാനമാണ്. ലൗകിക ജീവിതം ഉപേക്ഷിക്കുന്നതിൽ ഗുരുനാനക് വിശ്വസിച്ചിരുന്നില്ല. ജോലി ചെയ്തും കുടുംബത്തോടൊപ്പം ജീവിക്കുന്നതിലും ആത്മീയത പുലർത്താൻ കഴിയുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇന്നും സിഖ് മതത്തെ നിർവചിക്കുന്ന ലളിതവും ശക്തവുമായ 3 തൂണുകളെ അടിസ്ഥാനമാക്കി കർത്താർപൂരിൽ ആദ്യത്തെ സിഖ് സമൂഹം അദ്ദേഹം സ്ഥാപിച്ചു. 1. നാം ജപോ, ദൈവനാമം ധ്യാനിക്കുക. ആ ഏകത്വവുമായുള്ള ബന്ധം എപ്പോഴും ഓർമ്മിക്കുക. 2. കീരത് കരോ, സത്യസന്ധമായി അധ്വാനിച്ചു ജീവിക്കുക. കഠിനാധ്വാനം, മാന്യത, മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതിരിക്കുക. 3. വന്ത് ചക്കോ, നിങ്ങൾ സമ്പാദിക്കുന്നത് ആവശ്യമുള്ളവരുമായി പങ്കുവെക്കുക. ഈ മൂന്നാമത്തെ തത്വമാണ് ലങ്കാർ അഥവാ സൗജന്യ സമൂഹ അടുക്കളയ്ക്ക് ജന്മം നൽകിയത്. ഗുരുനാനക്കിന്റെ കർത്താർപൂരിൽ രാജാവും ദരിദ്രനും ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും എല്ലാവരും ഒരേ തറയിൽ ഒന്നിച്ചിരുന്ന് ഒരേ ഭക്ഷണം കഴിച്ചു. ശ്രേണികളിലും ശുദ്ധിനിയമങ്ങളിലും ഭ്രമിച്ചിരുന്ന ഒരു സമൂഹത്തിൽ താഴ്ന്ന ജാതിക്കാരന്റെ കൂടെ ഇരിക്കുക എന്നത് വിപ്ലവകരമായിരുന്നു. എല്ലാവരും തുല്യരാണ് എന്ന അദ്ദേഹത്തിന്റെ ഉപദേശത്തിന്റെ ഭൗതിക രൂപമായിരുന്നു ലങ്കാർ. 1539-ൽ ഗുരുനാനക് ദേവ്ജി അന്തരിച്ചു. എന്നാൽ മരിക്കുന്നതിനു മുൻപ് തന്റെ സന്ദേശം നിലനിൽക്കുന്നു എന്നുറപ്പാക്കാൻ അദ്ദേഹം സുപ്രധാനമായ ഒരു കാര്യം ചെയ്തു. അദ്ദേഹം സ്വന്തം മക്കളെ ഒഴിവാക്കി ആത്മാർത്ഥ ശിഷ്യനായ ലഹണയെ പിൻഗാമിയായി നിയമിച്ചു. അദ്ദേഹത്തെ ഗുരു അംഗദ് എന്ന് പുനർനാമകരണം ചെയ്തു. രണ്ടാമത്തെ സിഖ് ഗുരു. ഇത് അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളുടെ വെളിച്ചം കൈമാറപ്പെടുന്നു എന്നുറപ്പാക്കി. ഒടുവിൽ 10 മനുഷ്യഗുരുക്കന്മാരിലൂടെയും അവസാനം സിഖ് മതത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഗുരു ഗ്രന്ഥ സാഹിബിലേക്കും ആ വെളിച്ചമെത്തി. ഗുരുനാനക്കിന്റെ പൈതൃകം വെറുമൊരു മതമല്ല, അത് മനുഷ്യരാശിയോടുള്ള ഒരു വെല്ലുവിളിയാണ്. ലേബലുകൾക്കപ്പുറം കാണാനും സത്യസന്ധമായി സമ്പാദിക്കാനും ഉദാരമായി പങ്കുവയ്ക്കാനും അപരിചിതന്റെ കണ്ടിൽ ദൈവീക വെളിച്ചത്തെ തിരിച്ചറിയാനുമുള്ള വെല്ലുവിളി. 500 വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം നടന്നു നീങ്ങിയ കാലത്തെപ്പോലെ തന്നെ വിഭജിക്കപ്പെട്ടതെന്ന് തോന്നുന്ന ഇന്നത്തെ ലോകത്തിൽ അദ്ദേഹത്തിന്റെ ഏകത്വത്തിന്റെ സന്ദേശമായിരിക്കാം നമ്മൾ വീണ്ടും കേൾക്കേണ്ടത്.